നമസ്കാരം. പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ബാഹുബലി സിനിമയുടെ രണ്ടാം ഭാഗം വരികയായി. ബാഹുബലിയെ കട്ടപ്പ എന്തിനു കൊന്നു എന്നതിന് രണ്ടാം ഭാഗത്തിൽ ഉത്തരം കിട്ടുമെന്നൊക്കെയാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം എം മണിയെ മണിയാശനാക്കിയ ആ പ്രസംഗങ്ങളുടെയും നാടൻ ശൈലിയുടെയും ഒരു രണ്ടാം ഭാഗവും വരുമോ എന്നതാണ് രാഷ്ട്രീയ പ്രേക്ഷകർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിയമസഭയിൽ പലതവണ പിണറായി രക്ഷിച്ച മണിയെ കോടിയേരി എന്തിന് പാർട്ടി യോഗത്തിലിട്ട് കൊന്നു എന്നത് ശരിക്കും അറിയാൻ ഇനി എങ്ങനെ പറ്റുമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. പിന്നെ CPIക്കാരും കാനവും പ്രശ്നക്കാരാണെന്നും CPMനെ തകർക്കാൻ അവർ ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യം യോഗങ്ങളിൽ മാത്രം പറഞ്ഞാൽ പോരാ എന്നും അത് പുറത്തും പറയണമെന്നും കോടിയേരിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് കടക്കാം. നിയമസഭാ സാമാജികർ നല്ല കുട്ടികളായി എല്ലാവരും പഴയ മന്ദിരത്തിൽ ഒത്തുകൂടി. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതിനിടയിലും പിണറായിയെ തോണ്ടി ചെന്നിത്തല. ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം മഹത്തരമാകുന്നത്, ശക്തിപ്പെടുന്നത്, സാർത്ഥകമാകുന്നത്. ആ റൂളിംഗ് പാർട്ടി പ്രതിപക്ഷത്തെ കേൾക്കണം. VSന് സങ്കടം വരാതെ കണ്ണു നിറഞ്ഞു. തൻ്റെ പാർട്ടിയെ ഗാന്ധി ഘാതകരാക്കിയതിൽ രാജേട്ടന് സങ്കടം. ആ രാഷ്ട്രപിതാവിനെ കൊന്നത് എൻ്റെ പാർട്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇനി ഇതുപോലെ കാണിക്കൂ. പഴയ നിയമസഭാ മന്ദിരത്തിലെ ചർച്ചയ്ക്കും വീര്യം കൂടി. ബോധവൽക്കരണത്തിന് വേണ്ടി ഗവൺമെന്റ് കുറേ ശ്രമങ്ങൾ നടത്തി എന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ദീർഘകാലമായി നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാര്യമായ ബോധം തെളിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇപ്പം മദ്യത്തിന്റെ വിപണനവും അതിന്റെ കൺസംഷനും വളരെ കൂടി വരികയാണ്. മുഖ്യമന്ത്രിയെ നോക്കി കണ്ടുപിടിച്ച പഴയകാല MLA-മാരെ സമ്മതിക്കണമെന്ന് തിരുവഞ്ചൂർ. സാർ, ഇവിടെ ഭരണത്തലവനെ നേരിട്ട് കാണാൻ നിവൃത്തിയില്ലാതിരുന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ വിഷമം ഞാനിപ്പോ ഈ സീറ്റിൽ ഇരുന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഭരണത്തലവനെ ഈ സീറ്റിൽ നിന്ന് നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ പോലും കഴിയാതെ അന്നത്തെ പ്രതിപക്ഷം അനുഭവിച്ച ഒരു വിഷമം ഞാനിപ്പോ നേരിട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദില്ലിയിൽ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം കണ്ടെത്താൻ തിരക്കിട്ട പരിശോധന. അങ്ങനെ നമ്മുടെ നിയമസഭാ സാമാജികർ എല്ലാവരും ഇന്ന് നല്ല കുട്ടികളായി. കുളിച്ച് കുപ്പായവും പൗഡറുമൊക്കെ ഇട്ട് പഴയ ഓർമ്മകളിലേക്ക് പോയതോടെയാണ് ഈ മാറ്റം കണ്ടത്. അതെ, EMS സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നതിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കാൻ എല്ലാവരും ആ പഴയ താവളത്തിൽ ഒത്തുകൂടി. എന്നാലും ചിലർ ആ തനത് സ്വഭാവം അവിടെയും കാണിച്ചു. അടിയുണ്ടാക്കാനുള്ള മരുന്നിടാനും സങ്കടം വരുത്താനും എല്ലാം ശ്രമിച്ചു. ഇതൊക്കെയാണെങ്കിലും ആ ഓർമ്മ പുതുക്കൽ രസകരമായിരുന്നു. സഭയിൽ ആദ്യം പ്രസംഗം തുടങ്ങിയത് സഭാനാഥൻ P. ശ്രീരാമകൃഷ്ണനായിരുന്നു. സഭയുടെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലൂടെ മുങ്ങിത്തപ്പുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ പോലീസിൻ്റെ ഷൂസിൽ തട്ടിപ്പോയി. അതോടെ അദ്ദേഹം പോലീസിനെ കുറിച്ച് വാചാലനായി. കൊളോണിയൽ പാരമ്പര്യമുള്ള ഒരു പോലീസ് സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ കൊളോണിയൽ പാരമ്പര്യമുള്ള പോലീസ് സംവിധാനത്തെ ജനകീയ മുഖം നൽകി ജനങ്ങളുടെ ഈ നാട്ടിലെ പോലീസ് സേന ജനമൈത്രിയോടുകൂടി പെരുമാറണമെന്നുള്ള നിർദ്ദേശം നിരന്തരമായി നാം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിലും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒരുപക്ഷെ DGPയെയും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരെയും കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെ താഴേക്ക് പോകുന്തോറും ജനങ്ങൾ ഭയപ്പാടോടുകൂടി പോലീസിനെ സമീപിക്കുന്ന സമീപനം ഇന്നും തുടരുന്നത് നിർഭാഗ്യകരമാണ്. കളവിന് സംഗീതത്തെ കൂട്ടുപിടിക്കുന്ന കള്ള റാസ്കൽസ്, നിന്നെയൊക്കെ ഒതുക്കാനാണ് ഞാൻ ഈ കാക്കി കുപ്പായിട്ടിരിക്കുന്നത്. മുറിച്ച് ഒറ്റക്കാലം ഹാർമോണിയം തൊഴുതു നിൽക്കാൻ ഞാൻ വെളിച്ചപ്പാടൊന്നും അല്ല. കേറി വാ. കാര്യം എന്താണെന്ന് തുറന്നു പറ. കളവോ കൊലപാതകമോ? ഞാൻ കുറിപ്പ്, ഇത് അടിയോടി. അത് രണ്ടും ഒരു കുറ്റമല്ല. ജനാധിപത്യത്തിൻ്റെ വികാസ പ്രക്രിയയിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗം വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുകൂടി ഗൗരവമായ
ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണിത്. മുഖ്യമന്ത്രിയുടെയും DGPയുടെയും മുന്നിൽ ധൈര്യമായി കയറി ചെല്ലാൻ പറ്റുമെന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞേക്കരുത്. കഴിഞ്ഞ ദിവസം DGPയുടെ മുന്നിലേക്ക് കയറി ചെന്ന മഹിജയുടെയും കൂട്ടരുടെയും അവസ്ഥ നമ്മൾ കണ്ടതാണ്. എല്ലാം പാവം സാധാരണ പോലീസുകാരുടെ തലയിലും കെട്ടിവെക്കരുത്. പഴയ സഭയിലെ ഘോര പ്രസംഗം തുടരുകയാണ്. അടുത്ത ഊഴത്തിൽ വരുന്നത് പ്രതിപക്ഷ തല ചെന്നിത്തലയാണ്. പ്രതിപക്ഷത്തിന് ഒരു നിലയും വിലയും ഒക്കെ തരണമെന്നാണ് ചെന്നിത്തലയുടെ അപേക്ഷ. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേരുമ്പോഴാണ് ജനാധിപത്യം മഹത്തരമാകുന്നത്, ശക്തിപ്പെടുന്നത്, സാർത്ഥകമാകുന്നത്. ആ റൂളിംഗ് പാർട്ടി പ്രതിപക്ഷത്തെ കേൾക്കണം, കോൺഫിഡൻസിൽ എടുക്കണം, കൺസൾട്ട് ചെയ്യണം, കൺസെൻസസ് ഉണ്ടാക്കണം. സാർ, പാർലമെന്ററി ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് കൺസെൻസസിലൂടെയാണ്, ഏറ്റുമുട്ടലിലൂടെയല്ല. പ്രതിപക്ഷം സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കണം. ഭരണകക്ഷി പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം. അപ്പോഴാണ് സാർ ഏറ്റവും ഫലപ്രദമായ ജനാധിപത്യ പ്രക്രിയ ഇവിടെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത്. സാർ, എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് അങ്ങയോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. തൊട്ടടുത്തിരുന്ന് സംസാരിക്കാം, തൊട്ടടുത്തിരുന്ന് വിശേഷങ്ങൾ പറയാം, കുടുംബകാര്യങ്ങൾ പറയാം, സന്തോഷം പങ്കുവയ്ക്കാം, ദുഃഖങ്ങൾ പങ്കുവയ്ക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിരിക്കുന്ന നിയമസഭയിൽ അല്പം അകലം കൂടുതലാണ് എല്ലാവരും ഇരിക്കുന്നതും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു അകലം വന്നിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷത്തിരിക്കുന്നതും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം വളരെ നല്ലതായിരുന്നു. അത് ഇനി അങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അവനവൻ്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ സഭാതലത്തിൽ പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, സഭയിലുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും മന്ത്രിമാരും അംഗങ്ങളും എല്ലാം തമ്മിൽ നല്ല ബന്ധം, അവരുടെ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം, അവരുടെ കുടുംബ വിശേഷങ്ങളും സുഖദുഃഖങ്ങളും പങ്കെടുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്ന അവിടുത്തെ സ്ഥിതി എന്താ? നമ്മുടെ കുടുംബകാര്യത്തിൽ പോലും അവനവൻ ആളാകാൻ വേണ്ടി ചില അംഗങ്ങൾ മറ്റുള്ളവൻ്റെ കുടുംബകാര്യം വരെ നിയമസഭയിലും പുറത്തും വലിച്ചടയ്ക്കുന്ന നാണംകെട്ട ചിത്രങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. സഭയിലെ സഹപ്രവർത്തകൻ്റെ കുടുംബകാര്യങ്ങൾ തെരുവിൽ വലിച്ചടയ്ക്കുന്ന അംഗങ്ങളായി പലരും അധപ്പതിച്ചു എന്നതിൽ വേദനയുണ്ട്. അത്തരം അധപ്പതനത്തിൽ നമ്മൾ മാറണം. നമ്മൾ സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ലക്ഷ്യം ഈ രാജ്യത്തിൻ്റെ നന്മയാണ്, ഈ നാടിൻ്റെ പുരോഗതിയാണ്, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ കാണാം. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ഒരിക്കലും രാഷ്ട്രീയം കണ്ടിട്ടില്ല ഈ സഭയിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഇടയ്ക്ക് ഉമ്മച്ചനെ കാണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഗണേശൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് ഉമ്മച്ചൻ അടങ്ങിയിരിക്കൂ. സീറ്റുകൾ തമ്മിലുള്ള അടുപ്പം ശരിയാണ്, സീറ്റുകൾ തമ്മിലുള്ള അടുപ്പം. പൊതുപ്രവർത്തകർ എപ്പോഴും മറ്റുള്ളവരുമായി അടുത്തു നിൽക്കുകയും സാർ ഇടുങ്ങിയ വഴികളിൽ കൂടി സഞ്ചരിക്കുകയും ചെയ്താലാണ് തെറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. സാർ, ഇവിടെ ഇടുങ്ങിയ വഴികളാണ്, അടുത്ത സീറ്റുകളാണ്. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിനൊരു അവസരം ഉണ്ടാക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ വെക്കുകയാണ്. സംഗതി പഴയ ഓർമ്മകളുടെ പുതുക്കലൊക്കെ ആണെങ്കിലും VSന്റെ കാര്യമാണ് കഷ്ടം. വലിയ അക്ഷരത്തിൽ അച്ചടിച്ചതുപോലും നോക്കി വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു VSന്. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട്. സങ്കടം വന്നിട്ടൊന്നുമല്ല, കാലം കുറി ആയില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് താൻ അടങ്ങി എന്നൊന്നും ആരും കരുതണ്ട എന്നും VS മനസ്സിൽ പറയുന്നുണ്ട്. കേരള ചരിത്രവും സാമൂഹ്യ ജീവിതവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയത് രാഷ്ട്രീയത്തോടും മലയാളിയുടെ ജീവിതത്തോടും സാർത്ഥകമായി സംവദിച്ച സാമാജികരുടെയും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും നിലപാടുകളുടെയും ഭിന്നതകൾക്ക് മലയാളിയുടെ ജീവിതത്തെ ഹൃദയപക്ഷത്തു നിന്ന് പ്രതിഷ്ഠിച്ച് നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല ചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു.
ചേടാ, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര, വാനപ്രസ്ഥം തുടങ്ങുക. മലയാളിയുടെ ജീവിതത്തെ ഹൃദയപക്ഷത്ത് പ്രതിഷ്ഠിച്ച് മുന്നേറിയ പാരമ്പര്യമാണ് ഈ സഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ പല തലത്തിലും മികവ് സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞത്. ഒടുവിൽ ഒരേ ഒരു BJP MLA ഒ രാജഗോപാലും എഴുന്നേറ്റു. ഈ ശുഭസന്നിധിയെ രാജേട്ടൻ അലങ്കോലമാക്കുന്ന എല്ലാ കോളുമുണ്ട്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് രാജേട്ടൻ്റെ പാർട്ടിക്കാരാണെന്ന് പിണറായി എപ്പോഴോ പറഞ്ഞിരുന്നു. അത് ശരിയല്ലെന്നും ഇതുപോലുള്ള സഭകളിൽ ഇത്തരം കാര്യങ്ങൾ വിളമ്പാമോ എന്നും രാജേട്ടൻ ദേഷ്യവും സങ്കടവും എല്ലാം കലർത്തി പറഞ്ഞു വെച്ചു. ഞാൻ പ്രത്യേകിച്ച് വേദനയോടൊരു കാര്യം പറയട്ടെ. അങ്ങയുടെ പിന്നിലിരിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ചിത്രമുണ്ട്. ഇതിൽ ദിവ്യമായിട്ട് രാഷ്ട്രപിതാവെന്ന് കണക്കാക്കുന്നതായിട്ടുള്ളതാണ്. ആ രാഷ്ട്രപിതാവിനെ കൊന്നത് എൻ്റെ പാർട്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതിന് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് വ്യക്തമായിട്ടില്ല. നിയമസഭയുടെ പ്രിവിലേജസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് വളരെ ഖേദകരമാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലോ എന്നെ തല്ലോട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സഭയിലെ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, മദ്യത്തിന്മേലുള്ള ചോദ്യോത്തര പരിപാടിയുമുണ്ട്. ഇടവേള കഴിഞ്ഞോട്ടെ.